അറിയില്ല എന്താ അയ്യോ അയ്യോ ഒരുപാട് ബസ്സിലൊക്കെ പോയിടേ അതന്നെ ആ ഒരു വീട്ടിൽ കയറി ഒരു വീട്ടിൽ കയറി വീട്ടിൽ കയറാൻ വേണ്ടി ഇവിടെ വീട്ടിൽ കയറിട്ടാ പിന്നെ ഇപ്പൊ തന്നെ പിന്നെ ഇതവിടെ ചേരി നീ വാ നിന്നെ ഏറിലെടുത്തു ഞാനും തന്നെ വീട്ടിൽ കയറണ പിന്നെ മാണിക്കാലത്ത് വന്നപ്പോ നീ വന്നിരുന്നു ഇവിടെ നമ്മുടെ 4 റോഡ് നിറച്ച ആൾക്കാര് ഒരു 10 മിനിറ്റ് മുമ്പ് ഞാൻ വിചാരിച്ചേ അത്ര ആൾക്കാർ അങ്ങനെ പോയതാ 10,000 പേര് അറിയാൻ വേണ്ടിയില്ലോ എല്ലാവരും എനിക്ക് അറിയാൻ വേണ്ടിയില്ലോ ഞാൻ വിചാരിച്ചു നിങ്ങളെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു വെച്ച് ഈ റോഡ് ആ റോഡ് നിറച്ച ആൾക്കാരായിരുന്നു എവിടെയാണ് നേരെ നിങ്ങളെ വയ്യാണ്ടേ മക്കളുടെ നോക്കടാ കൈമാറും കേരളത്തിലെ മക്കൾക്ക് എല്ലാവരും കൈമാറി ഹലോ നാട്ടുകാരെ, നമ്മുടെ പ്രിയ ജിൻഡോ നാടിന്റെ അഭിമാനം സംഘത്തിന്റെ പേരിലുള്ള ഒരു അനുമോദനം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്.
സന്തോഷം മൊമെന്റിലാണ് പോണേ. നമ്മള് മണ്ടലിൽ നമുക്ക് മുതലൊന്നും തന്നപ്പോ നമ്മള് മണ്ടലിൽ നമ്മുടെ നാട്ടുകാരുടെ നമ്മൾ തെളിയിച്ചു കൊടുത്തില്ലേ? അതല്ലേ നമ്മുടെ കപ്പ് വിജയം അല്ലേ? പിന്നാലൊക്കെ അതെ, വീണ്ടും പറയട്ടാ, ഞാൻ നിങ്ങളുടെ പഴയ ജില്ലോട്ടോ സീരിയസ് നിങ്ങളുടെ കൈ തരാൻ ഞാൻ ഞാനിവിടെ അറിയോ എങ്ങനത്തെ കേട്ട് വയ്ക്കും? ഞാൻ ബിഗ് ബോസിന്റെ കേട്ട് വയ്ക്കൂടെ? ഇങ്ങനെ ആ കണ്ടിട്ട് സമയം മനസ്സിലുള്ള ഐഡിയ നല്ലതായിരിക്കും. നല്ലതായിരിക്കില്ലേ? നമ്മുടെ ഓർമ്മയ്ക്കായിട്ട് അപ്പൊ അവിടെ താമസിച്ചിരുന്ന ആൾക്കാരൊക്കെ ഇല്ലേ, അവർക്ക് ഓർമ്മ കേറാതെ അവരുടെ മെമ്മറി ആയിരിക്കില്ലേ? നമുക്ക് ബാക്കിൽ ബിഗ് ബോസിന്റെ പടം വയ്ക്കാം. പിന്നെ ബാറ്ററി മാറണം. എടീ ഹലോ, ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയാ? ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയൊന്ന് ചോദിച്ചാൽ ഈ ഫോണങ്ങോട്ട് തിരിച്ചറിയുമ്പോ ഞെട്ടിപ്പോ. മീഡിയക്കാരും വീട്ടുകാരും ഒക്കെ ഉണ്ട്. ഫോൺ തിരിക്കോ? ഫോൺ തിരിക്കണോ? എന്നെ കാണാൻ വേണ്ടി ഒച്ചെടുത്ത് കാണണേ. നിനക്ക് ഇത്ര ഫാൻസാ? തിരിച്ചില്ലെന്ന് പറയുമ്പോ ഇവരെടുത്ത് പോല പണി പാടി മോനെ. തിരികണേ കേക്കട്ടെ പറഞ്ഞേ. ജോലി വെച്ചിട്ട് ഉറപ്പിച്ചിരുന്നേ ഇതെന്റെ വാക്യം. ആ അല്ലേ, നമുക്ക് പിന്നെ കാണിച്ചു കൊടുക്കല്ലേ സർപ്രൈസ് അല്ലേ? ആ അതന്നെ നക്ഷത്ര. സത്യം നമുക്കൊരു മോളുണ്ട്, അവള് നക്ഷത്രം. ഹലോ തിരിക്കണോ? വേണ്ടല്ലോ. ഇല്ല, അവള് ചുമ്മാ രാവിലെ മോർണിംഗ് എണീറ്റുള്ളൂ. അവിടെ മോർണിംഗ് ഈവനിങ് ആയുള്ളൂ, കിടന്നുറങ്ങായിരുന്നു. അപ്പൊ ആൾക്ക് അങ്ങനെ ഒരു ഇതിനകത്തല്ല ഇവിടെ പ്രസന്റ് ചെയ്യാൻ ഇഷ്ടം. അതുകൊണ്ടാണ് സത്യം തിരിക്കാൻ ആഗ്രഹിക്കുന്ന ആളോ അല്ലേ? നിന്നെ ഞാൻ വീട്ടിലേക്കില്ല. അവനെ വെച്ചോ ബൈ സീറ്റ് കയറണ്ടായോ? കേൾക്കേണ്ടത്
തിരിച്ചു ഇവരെല്ലാം തിരിപ്പിക്കുന്ന ടൈപ്പ് അതി വെച്ചോ ഞാൻ നോക്കി എനിക്കറിയാം അപ്പൊ ഓക്കെ വെച്ചോ ബൈ ലാലയുടെ ചുംബിച്ച ചുണ്ടല്ല പാട്ട് പാടൂ പാട്ട് പാടാനൊക്കെ മറന്നു വിടും ഞാൻ തളർന്നു എല്ലാവർക്കും പാടി മോശം അതൊക്കെ സാധനം വന്നല്ലേ ഇനി അത് പുറത്തിറങ്ങിയിട്ട് കാര്യമില്ല കൊറേ അതിനും പകരം നമ്മുടെ പാടുന്ന ഒരുപാട് നമ്മുടെ ആരെ പാടാം നമ്മുടെ ബ്ലഡുകൾക്ക് ഒരിക്കലും രണ്ടുപേര് ബിഗ് ബോസിന്റെ അകത്ത് പാടിയ പാട്ട് പാടുമോ? പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ താമര മുട്ടായിരുന്നു ഒരു താമര മുട്ടായിരുന്നു ദാമിനി പ്രായത്തിൽ പാടി വീരിഞ്ഞു നീ പൂഞ്ചോല പരുവത്തിൽ പൂവായി കവിത തുളുമ്പുന്ന തേനായി എനിക്ക് പാട്ട് പാടാൻ അറിയില്ല. പാട്ട് പാടാൻ ധൈര്യമുള്ള ഒരു കുട്ടികളില്ല വേണ്ട ഞാനിവിടെ നിന്ന് ഉറങ്ങണു.
പട്ടിയുടെ പറയാൻ മൈക്കോ മൈക്കോ ജാസ്മിന്റെ പേര് വന്നപ്പോ മൈക്കോഫൈ ജയിലിൽ പണിയല്ലേ ഒരു ചോദ്യം റെസ്മിൻ അന്ന് വേസ്റ്റ് നിലത്തിട്ട് അടിച്ചു വലിപ്പിച്ചില്ലേ, അപ്പൊ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ വീട്ടില് വേസ്റ്റ് ഒക്കെ വലിച്ചെറിയാറുണ്ടോ? എന്ത് ദേഷ്യം വന്നാലും അറിയോ? ചെലപ്പോ അറിയൂലേ? അതാ കുട്ടി ചെറുപ്പം. ആ കുട്ടിക്ക് ഇത്തിരി ദേഷ്യം വന്നാൽ അറിഞ്ഞു, അത്രയുള്ളൂ. നമുക്ക് ക്ഷമിക്കാം. നമ്മുടെ വീട്ടിലായാലും നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ആളൊക്കെ അറിയൂലേ? തീരുമാനമുണ്ടാവും, തീർച്ചയുണ്ടോ? അങ്ങനെയുള്ള ക്യാരക്ടറുകൾ ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. നമ്മളങ്ങനെ ചിന്തിച്ചു നോക്കി. സത്യം പറഞ്ഞു നമ്മുടെ ഇടയിലുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. നമ്മള് ചിലപ്പോ ചട്ടി എടുത്ത് അടിക്കുന്ന കാരണവരുണ്ടാവും, തലമുറ കാരണവരുണ്ടാവും, അല്ലെങ്കിൽ മറ്റേ എന്താ പറയാ മക്കളെ നമ്മള് പുള്ളിക്കാരി പുറത്തേക്ക് വന്നപ്പോഴും അല്ല രസ്മിനല്ലേ, രസ്മിന്റെ ചങ്കാണ് അവന് മുത്താണ്. എല്ലാം നിങ്ങൾ അധ്യക്ഷനാണോ? നല്ല ഓപ്പോസിറ്റ് നല്ലതല്ലേ? നമുക്ക് പ്രോത്സാഹിപ്പിക്കുക. ഞാൻ പോണ് ജിമ്മൊക്കെ കാണണ്ടേ, നമുക്ക് പോയി കാട്ട് അവന് വളരട്ടെ. നമ്മുടെ ലൈഫിലൊക്കെ എല്ലാവരും വളരാനുള്ള അവസരമല്ലേ? നമ്മുടെ ഗെയിമൊക്കെ അവിടെ തീർന്നു. സത്യം ആ അത്രയും ദിവസം നമ്മുടെ ഗെയിം ആ ഗെയിം ഞാൻ ഇപ്പോഴും ഞാൻ അങ്ങനെ എടുത്തോണ്ട് എന്റെ ലൈഫിലെ എക്സ്പീരിയൻസ് മൊത്തം അങ്ങനെയാണ്. നമുക്ക് എന്തെങ്കിലും ആൾക്കാർ നമ്മളെ ഉപദ്രവിക്കുന്നു, അതെല്ലാവരും തിരിച്ചു ഉപദ്രവിക്കുന്ന അതിൽ നേരിടുള്ളൂ. അവരൊന്നും ഉപദ്രവിച്ചല്ല നമ്മളെ, അവരുടെ ഗെയിമിന്റെ ഭാഗമാണത്. ഞാൻ എന്റെ ഗെയിമിന്റെ ഭാഗമായിട്ട് എന്താ ചെയ്തിട്ടുള്ളത്? ഇഷ്ടം പോലെ തെറ്റ് ചെയ്തിട്ടുണ്ട്, ശരി ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ അംഗീകരിക്കണം, അതൊക്കെ അതിൻ്റെതായ ഭാഗത്തിന് വിടാം. അവിടെ തീർന്നു. ഞാൻ ചെയ്ത ശരികളും തെറ്റുകളും അവർ ചെയ്ത തെറ്റുകളും ശരിയൊക്കെ എന്റെ മനസ്സിലവിടെ തീർന്നു. ഞാൻ അവിടെ തീർത്തിട്ടുണ്ട്. പിന്നെ എന്റെ ഫ്രണ്ട്സാണ് അവര്. അവരെന്നെ കുറിച്ച് എന്ത് പറഞ്ഞാലും ഞാൻ ക്ഷമിക്കും, നിങ്ങളെ കഴിവിരിക്കുന്നു. അത് നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം. കഴിവുണ്ടാവട്ടെ. കാരണം ഞാൻ ബിഗ് ബോസിൽ പഠിക്കുന്ന ആളാണ്. കാരണം നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പഠിക്കാന്ന് വെച്ചാൽ അത് ഏറ്റവും നല്ല പാടാണ്. കാരണം അവരോട് ക്ഷമിക്കാൻ പഠിച്ചിട്ടുള്ളല്ലേ ഞാൻ പറഞ്ഞവിടെ, അല്ലേ? സത്യല്ലേ? അല്ലേ? അവരോട് ക്ഷമിക്കാൻ പഠിച്ചിട്ടുള്ള ഞാൻ പറഞ്ഞു. ക്ഷമിക്കാൻ പഠിക്കണം നിങ്ങൾ വിചാരിച്ചു. നിങ്ങളുടെ കൂട്ടുകാരോട് നിങ്ങൾ അവരോട് എന്നിട്ട് കയറിയാൽ സമയം ഒന്ന് കയറി എല്ലാവർക്കും താങ്ക്സ് പറഞ്ഞിട്ടേ, താങ്ക്സ് വന്ന എല്ലാവർക്കും താങ്ക്സ്.
മോൻ കാണിക്കാൻ അനിയന്റെ മോനോടാ അവര് ഇതോടൊരു കപ്പോട് പൊക്കും. കാരണം അവനെ നമ്മൾ അങ്ങനെ വളർത്തിയിരുന്നു. അത് ട്യൂഷൻ കൊടുക്കാൻ പോകണോ? പിന്നെ അവൻ അത് വരുമ്പോഴേക്കും അടുത്ത് ഇതിന് വലിയ ജില്ല ആക്കും നിങ്ങൾ നാട്ടുകാരെ കൂടി ആ വെച്ചു അവിടെ വെച്ചോ. അതോ അവനാ ആർക്കറിയാം ആ സ്കൂളിൽ മിഠായി കെട്ടിച്ചാണ്. യെസ് നമുക്ക് മിഠായി വേണം, അപ്പുറം കൊടുക്കണം. ഹലോ, ഞാൻ അവിടെ 3 മാസം മുമ്പ് പോകുന്നൊന്നും ഞാൻ അറിയണില്ല. സത്യം ഒരാളാവുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല. മനസ്സിലാക്കില്ല. സത്യം. കാരണം ഞാൻ ഇവിടുന്ന് പടിയിറങ്ങി പോകുമ്പോ എന്താ അത് പഴയ നിങ്ങളുടെ ചിന്ത, നിങ്ങളുടെ വീട്ടിലൊരാള്, നിങ്ങളുടെ കുടുംബത്തിലെ നാട്ടുകാരുടെ ഒരാളായിട്ട് പോയത്. ആ ഒരാൾ തന്നെ നിൽക്കുന്നത്. അത് മാറ്റൊന്നുമില്ല കേട്ടോ. സത്യം മനസ്സിലാക്കി പറയണം. ഞാൻ അതിന്റെ ഇടയ്ക്ക് അതിന്റെ ബിഗ് ബോസിന്റെ അത് 50% ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട്, പുറത്ത് 50% ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ കപ്പ് നമ്മുടെ ആയിരിക്കുന്നത്. നിങ്ങൾ തന്നെ കൈപിടിച്ച് ബിഗ് ബോസ് ജസ്റ്റ് പറയാൻ പറ്റുമോ? ബിഗ് ബോസ് എന്താന്ന് വെച്ചാൽ അത് ശരിക്കും പറഞ്ഞാൽ അത് കേറി തന്നെ നോക്കണം. നിങ്ങളൊക്കെ നമ്മുടെ നാട്ടിലെ ആരെയും കേട്ടിട്ടുണ്ട്, ആരെ സെലക്ട് ചെയ്യേണ്ട ആളുകൾ. ഓരോരുത്തരും ഞാൻ വിടുന്നു. ഞാൻ എത്ര നേരം ഫുഡ് കഴിച്ചിട്ടുണ്ടെന്ന് അറിയാം നിങ്ങൾക്ക്. നമ്മുടെ 12 നേരം ഫുഡ് കഴിച്ചിട്ടുള്ളതാ ഇവിടെ. 12 നേരം സത്യം 2 മണിക്കൂർ 1 മണിക്കൂർ 12 നേരം ഫുഡ് ഉണ്ടാക്കി തന്നിരുന്ന അമ്മയെ നിൽക്കണം. അപ്പച്ചോട്ടാ അപ്പച്ച നല്ല ഫുഡ് കഴിക്കും. അപ്പൊ ആ ഉണ്ടാക്കിയിരുന്ന ആൾ അവിടെ ചെന്നപ്പോ 3 നേരം ഭക്ഷണം പോകും. നമുക്കൊരു കായ ഓർത്ത ഒരു പാക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ 25 രൂപ 1 2 3 ആ അവസ്ഥയിൽ വളരണം. അപ്പൊ ഭയങ്കര ടഫാണ് സത്യം. അടി കൊള്ളല്ല ഞാൻ അടി കൊള്ളണം. അടി കൊടുത്ത മഹാമാരൊക്കെ കഴിഞ്ഞോണ 2 സീസണിൽ കണ്ടില്ലേ. അപ്പൊ നമ്മുടെ റോബിൻ തന്നെ അവൻ നമ്മള് വിജയിക്കേണ്ട ആളല്ലായിരുന്നു. ജസ്റ്റ് ആളെ അടിച്ചുകൂടല പുറത്തുപോയി. അപ്പൊ എന്നോട് ഏഷ്യക്കാര് പറഞ്ഞിരുന്ന സാധനം മാത്രമേ ഉള്ളൂ, ഇവിടുന്ന് പോയത് അടിക്കുള്ളൂ. അടിക്കാതിരിക്കാന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക്. കാരണം എന്നെ സംബന്ധിച്ചോളം ദേഷ്യം കൂടുതലുള്ള ആളാണ്. അതൊക്കെ അവിടെ ചെന്നപ്പോൾ ശാന്തമായിട്ട് അല്ലെങ്കിൽ എന്നെ പിടിച്ച് പുറത്താകും. എനിക്ക് മനസ്സിലായി എന്താ പറയാ, എന്താ പറയാൻ അറിയില്ല. പുറത്തിറങ്ങുമ്പോൾ നല്ലോണം പ്രസംഗിക്കാൻ പറ്റും. ഇവിടെ നാട്ടിൽ നിങ്ങളുടെ മോഹം കേട്ടത് എന്തോ പോലെ ഡാൻസ് അതിന് മുകളിൽ കളിക്കാൻ. കാരണം അവസ്ഥയാവും നമ്മള്. ഒരു മുദ്ര പറയാനുള്ള ആൾക്കാർ മുദ്രയൊക്കെ ചോദിക്കും. ഡാൻസിന്റെ ഭാഗമാണെങ്കിൽ പറയാനുള്ള ആൾക്കാരാണ് പഠിക്കുന്നത്. അവരൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് അല്ലേ. അവിടെ ആ ഗെയിമിന്റെ ഭാഗമായിട്ട് എന്നെ സംഭവം ആ ഗെയിമിൽ ഞാൻ അവിടെ ഉപേക്ഷിച്ചു, തീർന്നു. എനിക്ക് എന്റെ ഫ്രണ്ട്സാണ്. അവരവിടെ പുറത്തിറങ്ങിയിട്ട് അവരെന്ത് പറഞ്ഞാലും ചെയ്താലും എന്റെ ഭാഗത്ത് അവർക്ക് എതിരൊന്നും വീഴില്ല, ആർക്കെതിരും വീഴില്ല. അത് കാരണം എനിക്ക് അവരൊക്കെ എന്റെ സഹോദരന്മാരും സഹോദരികളായിരുന്നു. ഞാൻ അങ്ങനെ കണ്ടത്, അവരെന്നെ അങ്ങനെ കണ്ടിട്ട് എനിക്കറിയില്ല. ചവിട്ടി താഴ്ത്താൻ ശ്രമിച്ചവരോടാണ് പറയാനുള്ളത്. ബിഗ് ബോസിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ ആദ്യം.
അവർ ചവിട്ടി തത്തെന്ന് പറഞ്ഞ് ഞാൻ മോളിക്കരി പോയിട്ട് പോകും. ഞാൻ ഏറ്റവും മനസ്സിലിട്ടുന്നതാണ്. കാരണം എന്നെ ചവിട്ടി തത്ത് എന്റെ നാട്ടിൽ സമ്മതിക്കും. അതാണ് കാരണം നമുക്ക് കൊള്ളാം. കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ്. ഉറപ്പാണ് ഞാൻ അവിടെ പുറത്തു പോകും. എനിക്ക് 100% ഉറപ്പാണ്. അത് ഞാൻ എടുത്തു വെച്ചേക്കാണ്. അതെന്താണ് എടുത്തു വെച്ചത്? അതറിയോ, നമ്മൾ ഇപ്പോഴും വെക്കുമ്പോ മഴ, പിന്നെ എനിക്ക് സെന്റിമെന്റ്സ് കൂടുതലാണ്. ഇവിടുന്ന് പോയങ്ങനെ ഭയങ്കര സെന്റിമെന്റ്സ്. കാരണം നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ അങ്ങനെ ഔട്ടാവാന്ന് പറയുമ്പോ മറ്റുള്ള സങ്കടം ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ശരിക്കും പറഞ്ഞാൽ നിൽക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവണമെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ജീവിക്കാം. കുടുംബക്കാരുണ്ടല്ലേ, കുടുംബത്തില് 10 പേര് ജീവിക്കണമെങ്കിൽ 10 പേര് ഒരാളെ മൊത്തത്തില് ആ 9 പേരും നിങ്ങളെ ഡൗൺ ആക്കണമെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അവസ്ഥ ഭയങ്കര മോശമായിരിക്കില്ലേ? ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറ്റുന്ന സിറ്റുവേഷൻ കാണാനും ആ വീട്ടിലേക്ക് പോകാൻ പറ്റില്ലാനും ആ അവസ്ഥയിൽ നിങ്ങൾക്ക് അവിടെ ജീവിക്കേണ്ട അവസ്ഥ എങ്ങനെ ഉണ്ടാവും? നമ്മൾ എന്ത് ചെയ്താലും ആ 9 പേരും നമ്മൾ കുറ്റം പറയും അല്ലെ? നമ്മൾ അവർ കുറ്റം പറഞ്ഞാൽ എന്തായിരിക്കും? അത് കേട്ടി പോകും. അപ്പൊ അതൊക്കെ കേട്ട് സൈഡിൽ നിൽക്കാൻ പറ്റാന്ന് അത് എനിക്ക് പാലപാഠം പഠിച്ചറിയോ നമ്മളെ ഈ കാണിക്കുന്ന സ്കൂളില് അതൊക്കെ നമുക്ക് പാലപാഠ ചളികളെ അത് നമ്മുടെ മാണികൾക്ക് പഠിച്ച പിള്ളേരൊക്കെ നമ്മുടെ എല്ലാ ചളികളാണ്. കാരണം അവരാണ് നമ്മൾ ചെറുപ്പത്തിലേ മുതല് കരാട്ട കുറിച്ചു ഒക്കെ ബ്ലാക്ക് ബെൽറ്റ് കാര്യങ്ങളെടുക്കാം. പക്ഷെ ഇവിടെ ആരെങ്കിലും ഞാൻ തല്ലിയിട്ടുണ്ടോ? അവിടെ നിർത്തുമല്ലേ? അതായത് ഈ മോതിരിട്ട് വൈകുന്നേരമുണ്ട് അവിടെ എത്തിയിട്ട് നിർത്തുമോ? ടിക്കറ്റ് അയച്ചോ? അവള് അന്ന് ക്യാൻസൽ ചെയ്യും. അപ്പൊ അവള് എന്നോട് ഞാൻ ശരിക്കും പറഞ്ഞാ അടുത്ത് പറയാം, പിന്നെ വഴിയെ മനസ്സിലാക്കും. കേക്ക് പറയാതെ കേക്ക് ഞങ്ങളുടെ എല്ലാവരും ഇവരാണ് മുറിക്കണേ. നമ്മുടെ മക്കളെല്ലാവരും നമ്മുടെ നാട്ടുകാരെല്ലാവരും ആർക്കും കൂടാ ഞാൻ പറഞ്ഞു. കേക്ക് കട്ട് ചെയ്യാറ് എല്ലാവരും എന്റെ വീടാണ്. ഇത് പിള്ളേർക്ക് വിട്ടുകൊടുക്കാം. മുട്ടുകാനായിട്ട് നിൽക്കാൻ പറ്റുമോ? നമ്മളിങ്ങനെ സിഗരറ്റ് കയ്യിൽ വെക്കുന്നുള്ളൂ. അപ്പൊ നമുക്ക് സൂര്യ നമസ്കാരം ചെയ്യാനാണോ? അറിയാമല്ലോ, അതറിയാണ്ട് ചെയ്തിട്ട് അതൊന്നല്ല, നമ്മളെല്ലാരും തെറ്റ് ചെയ്യും അല്ലേ? 100% ശരിയാണ്. നമ്മളാ തെറ്റ് നമ്മളെ അംഗീകരിക്കണം. നമ്മൾ തെറ്റ് ചെയ്യണം, ക്ഷമിക്കണം, മാപ്പ് വയ്ക്കണം. ഈ കേക്ക് എല്ലാവർക്കും എടുത്ത് തിന്നാട്ടോ.
എടി രമ്യ ഹലോ ഹലോ നീ എവിടെയാ ആ കട്ടെ ഞാൻ ബാത്റൂമിലാണ് കോഴിക്കോട് വിളിച്ചാ തിരിച്ച് വീഡിയോ വിളിച്ച് പറഞ്ഞു അമ്മയല്ല അപ്പൊ ആ വീട്ടിലാരും മിസ് ചെയ്യപ്പോ ഏറ്റവും അധികം ആ വീട്ടിലാരും മിസ് ചെയ്യാം ആ വീട്ടിലാരെയും മിസ് ചെയ്തത് എനിക്ക് ആ വീടാ മിസ് ചെയ്യണം വീട്ടിലല്ല സത്യം വീട്ടിലാരെയും മിസ് ചെയ്യില്ല കാരണം അവരെല്ലാവരും കുഴപ്പമില്ല കാണാതെ വീട് മിസ് ചെയ്യണം ആ വീട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ 100 ദിവസം ഒരു വീട്ടിൽ താമസിച്ചിട്ട് ആ വീട് എന്താ പറയാ ജപ്തി ചെയ്യാൻ നമ്മള് പുറത്തേക്ക് ഇറക്കി കൊടുക്കൂലേ അത് ഫീലാണ് ഞങ്ങളിപ്പോ ആരെങ്കിലും പോവാണെങ്കിൽ ഇപ്പൊ ജിൻഡോ ചേട്ടൻ തരാനുള്ള ഒരു ഉപദേശം നിങ്ങൾ പോണില്ല ട്യൂഷൻ സെന്റർ